ദൈവം മറുപടി കൊടുക്കുവാൻ താമസിച്ച വിഷയങ്ങളുണ്ട് ആളുകൾക്ക്. ദൈവം വാഗ്ദത്തങ്ങൾ നിറവേറ്റുവാൻ താമസിച്ച വ്യക്തികൾ. അതുപോലെ തന്നെ ദൈവം ഇടപെടുക, ദൈവശബ്ദം ഒന്നും കേൾക്കുന്നില്ല, ദൈവം ഒരു മറുപടിയും കൊടുക്കാതെ സംസാരിക്കാൻ നിൽക്കാതിരുന്ന കാലങ്ങൾ, ദൈവം ഇടപെടാതിരുന്ന വിഷയങ്ങളും വ്യക്തികളും. നോക്കിക്കോ, അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടപ്പോൾ ഒരു വലിയ മഹാ അത്ഭുതമായി അവർ മാറിയിട്ടുണ്ട്. ഇന്ന് എന്താണ് പരിശുദ്ധാത്മാവ് നൽകുന്നറിയാമോ? കുറെ നാളായി ദൈവശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല, കുറെ നാളായിട്ട് വിടുതൽ ഉണ്ടാകുന്നില്ല, മറുപടി ഉണ്ടാകുന്നില്ല, പ്രതീക്ഷിച്ച സമയത്തൊന്നും വാഗ്ദത്തങ്ങൾ മുന്നിൽ വരുന്നില്ല. അങ്ങനെയുള്ളവർ നിരാശപ്പെടരുത്. നിങ്ങളുടെ വിടുതൽ നടക്കുമ്പോൾ ഒരു അത്ഭുതത്തിന്റെ സാക്ഷ്യം അതിലൂടെ പുറത്തു വരും. മറ്റുള്ളവർക്ക് പറയാൻ കഴിയാത്ത ഒരു അത്ഭുത സാക്ഷ്യം ബൈബിളിൽ പഠിച്ചാൽ അതാണ് പറയാൻ പറ്റുന്നത്. അങ്ങനെയാണ് പറയാൻ പറ്റുന്നത്. ഇത് വെറുതെ ഒരു കഥ പറഞ്ഞിരിക്കുന്നതല്ല, സംഭവം സത്യമാണ്. ദൈവം അബ്രഹാമിനോടൊരു വാഗ്ദത്തം പറഞ്ഞു. അതാണ് ഇന്നത്തെ ചിന്തയുടെ ആധാരം. റോമാലേഖനം 4:21 ഞാൻ വായിക്കാം. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിക്കുവാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു, അതുകൊണ്ട് അത് അവനെ നീതിയായി കണക്കിട്ടു. ദൈവം അബ്രഹാമിനോടൊരു വാഗ്ദത്തം പറഞ്ഞു, നിനക്ക് ഞാൻ സന്തതിയെ തരും, അത് എണ്ണിക്കൂടാതെ വണ്ണം അസംഖ്യമായ സന്തതിയെ തരും. ക്ഷോർണം പോലും കിട്ടിയില്ല 24 വർഷം കാത്തിരുന്നിട്ട്. എന്നാൽ 24 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം നിവർത്തിച്ചു കൊടുത്തപ്പോൾ ഒരു വലിയ അത്ഭുതമായിരുന്നു 24 വർഷം കഴിഞ്ഞപ്പോൾ ലഭിച്ച സന്തതി. ആ സന്തതിയിലൂടെ പിന്നീട് വന്ന സന്തതികൾ മഹാ അത്ഭുതങ്ങളായി മാറി. യാക്കോബും പിന്നീട് ദാവീദും യേശുവും എല്ലാം. ഹല്ലേലൂയ! നിങ്ങൾക്ക് ദൈവം തരുന്ന വാഗ്ദത്ത നിവൃത്തി ഒരു അത്ഭുത വിഷയമായിരിക്കും. അതുവരെ അതൊരു ചോദ്യചിഹ്നമായിരിക്കും. ആ വാഗ്ദത്ത വിഷയങ്ങൾ അല്ലെങ്കിൽ ആ മറുപടി അതുവരെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കും. അപ്പോൾ ഒരു അസാധാരണ വിഷയമാണ് നിങ്ങൾ ഇന്ന് കൺഫ്രണ്ട് ചെയ്യുന്നത്, നിങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തികൾ, അത്ഭുതത്തിന്റെ പ്രവൃത്തികൾ അത് കാണാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തോണം. ഹല്ലേലൂയ! മോശ നീണ്ട 40 വർഷമാണ് ഒരു ദൈവശബ്ദം കേൾക്കാൻ കഴിയാതെ. തനിക്കറിയാമായിരുന്നു അവൻ മുഖാന്തരമാണ് ഇസ്രായേൽ ജനത്തിന് വിടുതൽ ഉണ്ടാകുന്ന അറിയായിരുന്നു. അങ്ങനെയാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിരിക്കുന്നത്. താൻ മുഖാന്തരമാണ് ആ ഇസ്രായേൽ ജനം വിടുതൽ പ്രാപിക്കാൻ പോകുന്നത്, അടിമവർത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ പോകുന്നത്, ഈജിപ്തിൽ നിന്നും രക്ഷ പ്രാപിക്കാൻ പോകുന്നൊക്കെ മോശയ്ക്ക് അറിയാമായിരുന്നു. പക്ഷെ 40 വർഷം ദൈവം മിണ്ടിയില്ല, ദൈവം സംസാരിച്ചില്ല. ദൈവം ഉണ്ടോന്ന് പോലും അറിയത്തില്ല. ഒരു ആട്ടിടയനെ പോലെ മോശ ജീവിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ! എന്നാൽ പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ ആ 40 വർഷത്തിന്റെ ആ ഗ്യാപ്പ് കഴിഞ്ഞപ്പോൾ ദൈവം സംസാരിച്ചപ്പോൾ തീയുടെ നടുവിൽ ഇറങ്ങി വന്ന് കത്തുന്ന മുൾപ്പറപ്പിന്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവം അവനോട് സംസാരിക്കുന്നു. ദൈവശബ്ദം കേൾക്കുകയും നേരിട്ട് കേൾക്കുകയും ദൈവത്തിന്റെ പ്രസൻസ് അനുഭവിക്കുകയും തന്നെയല്ല, താനൊരു കുറ്റവാളിയായിട്ടോ ഒരു കൊലപാതകനായിട്ടോ ഇനി അടുത്തൊരു ശിക്ഷയ്ക്ക് വേണ്ടി പിടിച്ചാൽ, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്താൽ കടുത്ത ശിക്ഷ നേരിടേണ്ടി വരും എന്നുള്ള ആ ഈജിപ്തിലേക്ക്, ആ കോടതിയിലേക്ക്, ആ രാജാവിന്റെ മുമ്പിലേക്ക്, അല്ലെങ്കിൽ ആ ഫറവോയുടെ മുമ്പിലേക്ക്, സെയിം ഫറവോ തന്നെ ആയിരിക്കണമെന്നില്ല, എന്നാൽ ആ ഫറവോ രാജാക്കന്മാരുടെ മുമ്പിലേക്ക് ദൈവം അവനെ അയക്കുകയാണ്. വെറുതെ ഒന്നുമല്ല, ഒന്നൊന്ന് സൂക്ഷിച്ചു പോലും മോശയെ നോക്കാനുള്ള ധൈര്യം വരാത്ത രീതിയിൽ അത്രമാത്രം അധികാരിയായിട്ട് ഭയങ്കര അത്ഭുതങ്ങളുമായിട്ട് ഈ മോശയെ ഈജിപ്തിലേക്ക് അയക്കുക. രാജ്യം മുഴുവൻ ഒരൊറ്റ വാക്കുകൊണ്ട് വെള്ളം മുഴുവൻ രക്തമായി മാറുകയും ആ നാട് മുഴുവൻ തവളകളോ പേനോ നായീച്ചകളോ കൽമഴയോ എന്ന് വേണ്ട ഭയങ്കര അത്ഭുതങ്ങളുമായി അയക്കുകയാണ്. ഹല്ലേലൂയ! 40 വർഷം ദൈവം മിണ്ടിയില്ല, ഒരു ശബ്ദം കേട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പം എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് പല തവണ മോശ എത്രയോ പ്രാവശ്യം ചിന്തിച്ച് കാണുമായിരിക്കും. അങ്ങനെ ചിന്തിക്കുന്നവരല്ലേ നമ്മളിൽ പലരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ദൂതാണ്. അതിനുശേഷം ദൈവം കൊടുക്കുന്ന അത്ഭുതങ്ങൾ സ്വപ്നത്തിൽ കാണാൻ കഴിയാത്ത രീതിയിലായിരുന്നു. അടുത്തൊരു 40 വർഷം അത്ഭുതങ്ങളെ കൊണ്ടെന്ന് പറഞ്ഞു. ചെങ്കടലൊക്കെ കൈനീട്ടി, മോശ കൈനീട്ടിയപ്പോൾ ചെങ്കടലൊക്കെ 2ആയിട്ട് മാറുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ ഇരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ വിശ്വസിച്ചോ? നിങ്ങളുടെ ജീവിതത്തിലും ആരും അതിശയിച്ചു പോകുന്ന ദൈവപ്രവൃത്തികൾ ഇനിയും വെളിപ്പെടാനുണ്ട്. നിങ്ങൾ അതിന് ആമേൻ പറയാൻ തയ്യാറാണെങ്കിൽ ദൈവം അത് വേഗത്തിൽ ചെയ്യും. ഹല്ലേലൂയ!
കാരണം വാഗ്ദത്തം ചെയ്തത് ദൈവമാണ്, മനുഷ്യനല്ല. ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഇബ്രായ ലേഖനം 11-27 വാക്യത്തിൽ യിസ്രായേലിനെ കുറിച്ച് പറയാണ്, വിശ്വാസത്താൽ അവർ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. ഹല്ലേലൂയ. മോശെ ഫറവോയുടെ മുമ്പിൽ ചെന്ന് നിന്നപ്പോൾ വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. ആമേൻ. ഹല്ലേലൂയ. ഒരു വലിയ ഉറപ്പ് വിശ്വാസത്താൽ പ്രാപിക്കുകയാണ്. എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവം. ആമേൻ. അപ്പം ചോദ്യങ്ങളുണ്ടായിരുന്നു. നിന്റെ ദൈവം ഏതാണ്? നിന്റെ ദൈവം ആരാണ്? നിന്റെ ദൈവത്തിന് ജീവനുണ്ടോ? പല ചോദ്യങ്ങളുണ്ട്. 115 സങ്കീർത്തനത്തിൽ ചോദിക്കുന്നുണ്ട്, നിന്റെ ദൈവം എവിടെ എന്ന് ജാതികൾ ചോദിക്കുകയാണ്. അവരുടെ ദൈവം ഇപ്പോൾ എവിടെയെന്ന് 42 സങ്കീർത്തനത്തിൽ ചോദിക്കുന്നുണ്ട്, അവരുടെ ദൈവം ഇപ്പോൾ എവിടെ? അപ്പൊ ഇങ്ങനെ പല ചോദ്യങ്ങൾ കുറെ കാലത്ത് മറുപടി ലഭിക്കാതെ വരും. പല ചോദ്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്തിട്ട് വരും. പക്ഷേ ഉറച്ചു നിൽക്കുക, അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുക, അതിനപ്പുറത്തേക്ക് അത്ഭുതം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ആമേൻ. എബ്രായ ലേഖനം 11-19 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കാൻ ശക്തനെന്നും അവൻ ഉറച്ചു. അബ്രഹാം ഉറച്ചു. എൻ്റെ കുഞ്ഞിനെ ഇസഹാക്കിനെ വിശ്വാസത്താൽ അവൻ യാഗം അർപ്പിച്ചപ്പോൾ ഇനി അവൻ മരിച്ചാലും അവനെ ഉയർപ്പിക്കാൻ ശക്തനെന്ന് ഉറച്ചു. ചില ഉറപ്പുകൾ നമുക്ക് വേണം. ദൈവം വിശ്വസ്തനാണ്, ദൈവം നടത്തും. അത് തിമോഥെയോസിന്റെ 2 ലേഖനം 1-12 വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വസിക്കുന്നു, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, എൻ്റെ ഉപതതി ആ ദിവസം വരെ കാപ്പാൻ അവൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സംശയിക്കരുത്, ചഞ്ചലിക്കേണ്ട. സമയമാകുമ്പോൾ എൻ്റെ ദൈവം പ്രവർത്തിക്കും. അതൊരു അത്ഭുതകരമായ മറുപടി ആയിരിക്കും എനിക്ക് തരാൻ പോകും. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മറുപടി നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ആമേൻ. അത് നിങ്ങളുടെ വിഷയമാകാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയമാകാം, നിങ്ങളുടെ ഭൗതികമായ ഏതെങ്കിലും പ്രശ്നത്തിന്റെ വിഷയമായിരിക്കാം. ദൈവം അത്ഭുതകരമായ ഒരു മറുപടി, ഒരു വാതിൽ. ആമേൻ. ചിലർ ജോലിയില്ലാതെ ഭാരപ്പെടുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ജോലിക്ക് വേണ്ടിയുള്ള വാതിൽ തുറക്കുമ്പോൾ അത്ഭുതകരമായ ഒരു മറുപടി, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ശ്രേഷ്ഠമായ ദൈവപ്രവൃത്തിയുടെ ഇടപെടൽ മറുപടി നിങ്ങൾ കാണും. ഹല്ലേലൂയ. നിങ്ങളത് വിശ്വസിക്ക്, കർത്താവ് അത് ചെയ്യും. ആമേൻ. ആമേൻ. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. ദൈവം അത് നീതിയായി കണക്കിട്ടു. ദൈവം വിശ്വസ്തനാണ്, ദൈവം നിറവേറ്റും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റുവാനുള്ള എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റി തരട്ടെ. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ദീർഘവർഷങ്ങളായി കാത്തിരുന്നിട്ട് മറുപടിയില്ലാതെ ആകുലപ്പെട്ടിരിക്കുന്നവരുടെ നടുവിലും ദൈവം ഇറങ്ങി വരുമ്പോൾ, ഇടപെടുമ്പോൾ അത്ഭുതകരമായും കർത്താവെ അസാധാരണമായുള്ള വിടുതലുകളിലൂടെയാണല്ലോ അവിടെ നിന്ന് ഇടപെടാൻ പോകുന്നത്. ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുന്ന അസാധാരണ വീര്യപ്രവൃത്തികൾക്കായി നന്ദി. അത്ഭുതങ്ങൾ അവിടുന്ന് ചെയ്യും കർത്താവെ. അതിശയം കൂറുമാർ, ദേശം അത്ഭുതപ്പെടുമാർ കർത്താവെ. പകച്ചവരൊക്കെ കർത്താവെ കണ്ടു തിരിച്ചറിയേണ്ടതിന്, ലജ്ജിക്കേണ്ടതിന് നീ നന്മയ്ക്ക് വേണ്ടിയുള്ള അടയാളങ്ങൾ ചെയ്യുമല്ലോ. നീ അത്ഭുതം ചെയ്യുന്ന ദൈവം, ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണം. കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഒരു അത്ഭുത സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് വിശ്വസ്തൻ. കർത്താവിൽ വിശ്വസിക്കുക. കർത്താവ് വൻ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഈ സന്ദേശം കുറച്ച് പേർക്ക് പങ്കുവയ്ക്കുക. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.